ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നാളെ എടുക്കുക വിചാരിച്ചോ. ഇപ്പൊ എത്ര സമയം ജാസ്തി 2 മണിയായി. ഇവൻ ഉറങ്ങണില്ല. ഇവനും ഓന്റെ പപ്പയും കളിച്ചു ഉത്തർക്ക. എന്തായാലും കഥ ആലോചിച്ചിട്ട് കേട്ടോ. നീക്കാന നൈറ്റിൽ അവിടെ കിടക്ക്. അപ്പൊ നട്ടപ്പാതിരാക്കന്നെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഇന്ന് വല്ല ഉറങ്ങാനേക്കൂല അല്ലേ പപ്പനി മമ്മനി. ജാസിക്ക് ദേഷ്യം വരണിട്ട് ചെങ്ങായി ഉറങ്ങടാ, ഉറങ്ങ്. നമുക്ക് നാളെ ഡേ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി നേരത്തെ നീക്കണേ പ്ലീസ് ഡാ. ഈ വീട് എപ്പ തന്നെ വൈൻ്റെ പേണ്ട് വരും ജാസി. ഇനി ഞാൻ പല രണ്ടാളും ഇവിടെ ആക്കി ഞാൻ ഉറങ്ങാട്ടോ. എന്താ ഗൈസ്, അപ്പൊ ബാക്കി കണ്ടാലോ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങള്. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ജാസിക്കും അതേപോലെ ഉറക്ക് തീരെ കിട്ടിയിട്ടില്ല. ഇതുവരെ സഡായിക്കോട്ട് കുഴപ്പമില്ല. കച്ചരേ ഇതാ ഇന്നലെ ഉറങ്ങാനയക്കാത്തതിന്റെ കാരണം അതാണ് ഗൈസ്. ഇവൻ ഇന്നലെ ഉറങ്ങിയത് 1:30-ക്കാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ 6 മണി വരെ 5 വട്ടം പാലുടിച്ച് നീച്ചിക്കണം. 5 വട്ടം. എന്നിട്ട് ഓ പകലടന്ന് ഉറങ്ങും. എന്തൊക്കെ നോക്ക്. ജാസി പുറത്തൊഴിച്ചാണ്ട് ശീലല്ലോ ജാസിക്ക്. ട്രാവൽ ചെയ്യണെങ്കിൽ ഉറങ്ങൂല. ട്രാവൽ ചെയ്യണേ ഉറങ്ങൂല. തോറ്റ ബ്രസീലിന്റെ കളിയാണോ ഉറങ്ങൂല. എന്റെ ടീം തോൽക്കുന്നു. നോക്ക് നമ്മക്ക്. നമ്മളെന്താ അർജന്റീന 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 മെസ്സി മെസ്സി മെസ്സി. കുട്ടി വരെ ചിരിക്കണം. അവന് മെസ്സിന്റെ ഫാനാ. നീയോ ഞാൻ തോട്ട് കയറിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ തോട്ടില്ലാത്ത എന്റെ ഭാഗ്യം. എന്താ ഞാൻ കാണിക്കണേ? എന്നും ഉറങ്ങലുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല അല്ലേ? ഓനിടക്ക് ഓരോ കാട്ടിക്കൂട്ടലാണ്. എന്നിട്ട് ഓനിതാ പൈസ കൊടുത്തോണ്ട് തൊട്ടി വാങ്ങിയിട്ട് ഇതിലോ കിടക്കാതെ ഇവിടെ വന്ന് കിടക്കും. നമുക്ക് ഉറങ്ങുന്നതിന് ഉറങ്ങാം. അല്ല ഓനെ പാപ്പന്റെ ഷൊണ്ണോടെ പാപ്പന്റെ ഷൊണ്ണോടെ പാപ്പന്റെ ഷൊണ്ണോടെ പാപ്പന്റെ ഷൊണ്ണോടെ മമ്മന്റെ ഷൊണ്ണോടെ മമ്മന്റെ ഷൊത്തേ നീയോ. എന്റെ മടിയിൽ ഇരിക്കുകയാണെങ്കിലും ജാസിന്റെ അടുത്തേക്ക് പോവാൻ കാണിക്കണോക്കി. എന്താ അപ്പൊ എനിക്ക് എന്റെ മടിയിൽ ഇരുന്നൂടെ? എനിക്ക് എന്റെ പപ്പന്റെ അടുത്ത് തന്നെ ഇരിക്കണം. ഇതാണ് ഞങ്ങള് പറഞ്ഞ പപ്പനെ ഞാണ്ടല്ലോ. നീ അമ്മ പോയി കണ്ട് ചായ ഒക്കെ എടുത്ത് വെച്ചാ. ചായ ചീട്ടില്ല നമ്മള് കൂട്ടാനൊക്കെ ഉണ്ടാക്കി. ഇന്നലത്തെ ചോറ് ചോറ് ഇതാക്കണേ. ഈ പച്ചരി വെച്ചിട്ട് ചിക്കൻ കറി ഇതാ ഉണ്ടോ. നമ്മളെന്ത് ചെയ്യണം? ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ചായപാത്രത്തിന് ഒരു കഥ ഉണ്ട്. കഥ എന്താ ചോദിച്ചാ, ഇത് ഫസ്റ്റ് ഞാൻ ബാംഗ്ലൂര് വന്നപ്പോ 100 റുപ്യ 50 റുപ്യക്ക് കണ്ടപ്പോ എനിക്ക് വാങ്ങാൻ ഭയങ്കര തോരട്ടോ. ഓറിയമാളിലല്ല നമ്മളുണ്ടേ. അപ്പൊ എനിക്ക് വാങ്ങാൻ ഭയങ്കര പൂതിയായി. ഞാൻ ജാസിനോട് ചായപാത്രം വാങ്ങാം. അന്ന് നമ്മൾ അളിയന്റെ റൂമിലാണേ. അപ്പൊ അന്ന് ജാസിയൊക്കെ ഓലുണ്ടാളും മാത്രമല്ലോ. അപ്പൊ ഓല് മറ്റേ ചെറിയൊരു പാത്രത്തിൽ ഉണ്ടാക്കിന്. അപ്പൊ ഈസിന്റെ കൈ പൊള്ളി. ഞാൻ പറഞ്ഞത് വാങ്ങാം, ഇതാകുമ്പോ പിടുത്തൊക്കെ ഉണ്ട്. എന്നിട്ട് ജാസ്തി അന്ന് വാങ്ങിയിട്ട് തന്നിട്ട് ചീത്തൊക്കെ പറഞ്ഞാണ്ട് എന്നിട്ട് ചീത്തൊക്കെ പറഞ്ഞ് വാങ്ങി തന്നെ.
അപ്പൊ ഇവര് കവർ തരൂലല്ലോ മാളിന്ന്. എന്നിട്ട് ഞാൻ അതുകൊണ്ട് മാത്രം വാങ്ങാതിരുന്നത് അവിടുന്ന്. എന്നിട്ട് ഞാൻ ഈ ചായ പത്രം കുടിച്ച് ആ മാളിൽ കൂടെ ഫുള്ള് നടന്ന്. ഞാൻ അതുകൊണ്ടാണ് വാങ്ങേണ്ട പറഞ്ഞത്. പുറത്ത് കടിക്കുന്ന ഞങ്ങൾക്ക് ഉസാറായിട്ട് വാങ്ങി കൊടുത്തില്ലല്ലോ. നമ്മളെ ചെമ്പ ഇത് നീക്കിയാ മതി. ചിലവലത്ത് റെഡിയാവും, ചിലവലത്ത് റെഡിയാവും. അല്ലെ അല്ല റെഡി ആയിട്ടുണ്ട് ചായ. എന്ത് ദാസങ്ങള് പറഞ്ഞേന് എന്റെ ചായ കുടിച്ച ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ചായ കുടിച്ചിട്ടില്ല. ഇല്ല അല്ല അവന്റെ ഇതിനാളെ മോശം കുടിച്ചില്ല ജീവിതത്തില്. തിളക്കുണ്ട് കണ്ടോ, കളറ് മാറാൻ നമ്മൾ ഇങ്ങനെ നോക്കണം. ഇത് ഓഫ് ചെയ്യാം. കട്ടൻ ചായ എന്താണ്? നെയ്ച്ചോറും പീനൂസിന്റെ കോഴിക്കറി. ഇതിന് കോഴിയില്ലല്ലോ, നെയ്ച്ചോറും ഉള്ളി തന്നെ ഉള്ളല്ലോ. കോഴിയുടെ പോ. നീയോ നീയോ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. എനിക്ക് ഫുഡാണോ? നെയ്ച്ചോറ് പോയി വേണോ? നെയ്ച്ചോറ് പോയി വേണോ? നെയ്ച്ചോറ് പോയി വേണോ? നെയ്ച്ചോറ് പോയി വേണോ? കോഴിയാണോ? 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 പാപ്പന ഷോണ്ണാട്, പാപ്പന ഷോണ്ണാട്, പാപ്പന ഷോണ്ണാട്. ദേഷ്യം വരുന്നുണ്ടോ? എന്നാലും നമുക്ക് ഫുഡ് കഴിക്കുക. വിശക്കുന്ന ബൈ. ഫുഡ് കഴിക്കുക. എന്താണ് ഇപ്പത്തെ അവസ്ഥ? ഒന്ന് ഫുഡ് കഴിക്കാനോ ഒന്ന് കുളിക്കാനോ ഒന്നുമില്ല. അപ്പൊ അലാറം ഓൺ ചെയ്യും. നീയോ ഇവിടെ കഴിക്കുക? ഓനെ മടിയിലിരുത്താനാണ്. മടിയിലിരുത്താനല്ല, ഇപ്പൊ കറി കിട്ടോ. ഒരു 5 മിനിറ്റ് വരെ നേരത്തിരുത്താൻ പറ്റില്ല. നീയോ നീ ഓനെ പപ്പ വിളിക്കണോ? ദേഷ്യത്തിലാണ്. ഉറക്കം വന്ന് ക്രാന്തിക്ക് ഉറക്കം വെച്ചല്ലേ. ഇതാണ് അവസ്ഥ. നീ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടേക്കാ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കാ. നമ്മൾ ചായ കുടിച്ചിട്ട് ഇനി എന്താണ് റീനൂസ് വേണ്ടത്? ഇനി റീനൂസിനാണല്ലോ അരിയില്ലല്ലോ. എന്ന് തന്നെ അരിയില്ല. ഇവിടെ ഒരു സാധനം ജാസ്തി വാങ്ങി വെച്ചിട്ടില്ലേ? അത് ഞാൻ കട്ട് ചെയ്യും. എന്താ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ലേ? അങ്ങനെയല്ലേ, അരി ഐറ്റംസ് ഒന്നേ. നീയോ ഇവലെടള അരി വാങ്ങാൻ പോകണം. ഇവനി കൊണ്ടാണല്ലോ പോണേ. ഞങ്ങൾ അരി വാങ്ങാൻ പോവാണ്. ഇജ്ജെടുക്ക പോണേ? എന്നെ കൊണ്ടാകാതെ ഇജ്ജെടുക്ക പോണേ? ഞാൻ പോയിട്ട് വരാം. മമ്മ വരട്ടടാ, മമ്മനെ കൊണ്ടുപോകും. പാട്ട് പാടാൻ അറിയാത്ത ഞാനൊക്കെ പാട്ട് പാടി യേശുദാസിനൊക്കെ മാറി എന്റെ കുട്ടീനെ ഉറക്കി കണ്ടാണ് വരുന്നത്. ആദ്യമായിട്ട് ഉറക്കിയത് ജാസി എങ്ങനെയാ? ജാസി ഉറക്കിയ പിന്നെ ഞാൻ അങ്ങനെ ഉറക്കണം. അതങ്ങനെ ഇതെന്താ സംഭവം? ഞാൻ ഉറക്കി കഴിഞ്ഞാൽ ആ കൊച്ചുമണി ഉണ്ടാക്കണേ. ഇതെന്താ തക്കാളിന്റെ ഇത് ആറാട്ടണം. തക്കാളി സമ്മന്തി, അതിന്റെ മീൻ പൊരിച്ചത്. മീൻ എവിടെ? മീൻ നന്നാക്കണ്ടേ? മീൻ നിങ്ങൾ ശരിയാക്കും, എനിക്ക് മണക്കൂട്ടെ. അടുത്തതായിട്ട് റീനേഴ്സിന് ഉച്ചക്കത്തെ രാത്രിയത്തെ നാളെ രാവിലേക്കുള്ള ഫുഡ് റെഡിയാക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ തക്കാളി കളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞങ്ങളിന്ന് വാങ്ങിയ മീനിന്റെ പേരാണ് കരിമീൻ വറുത്തതുണ്ട്. ഇതിലിട്ട് കഴുകുക. ചട്ടിയിലിട്ട് മണക്കണ മീനൊക്കെ ഇത് മണം പ്രേടിച്ചെടുത്തു. അതെത്ര വേണം? ഒന്ന് മതി. മതിയില്ലേ? കഴിക്കണല്ലോ. കേബേജ് പച്ചക്ക് തിന്നും, ക്യാരറ്റ് തെളിച്ചത് തിന്നും, കൊല്ലൊക്കെ കാണാതെ അത് തിന്നു. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ മീനെ തല തിന്നാ കുഴപ്പമില്ല. ഇത് വാജി പോടുന്ന മീൻ ഇടങ്ങാറാവൂലേ? മീനെ ബാക്കി ഒഴിവാക്കി മീനെ തല മാത്രം തിന്ന നീ വിചാരിക്കണോ എന്തായാലും ഞാൻ ഞാനെങ്ങനെ വേഗം പണി കഴിച്ചില്ല. ജാസി ഭയങ്കര സ്ലോ അല്ല. എനിക്കൊക്കെ വേഗം കഴിച്ചു. വേഗം വേഗം കുഞ്ഞു കുഞ്ഞു പണി ഫസ്റ്റ് തീർത്തക്കണം. എനിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് പെട്ടെന്ന് അടുക്കളയിലത്തെ പണി കഴിയാന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പണി എടുത്താൽ തന്നെ കഴിയുള്ളൂ. ഗൈസ്, ഈ എണ്ണക്കുപ്പി എങ്ങനെയുണ്ട്? ഇത് പൊട്ടണ കേട്ടോ. നല്ല നല്ല കുട്ടിയല്ലേ ജാസിയെ? ജാസിനെ വന്നപ്പോ വാങ്ങി വെച്ചതാണ്. അതിന്റെ സ്പ്രേ ഉണ്ട് കേട്ടോ. പപ്പടം പപ്പടം പൊരിച്ചു
റബ്ബർ ഷീറ്റ് ഇങ്ങനെ ആവുമ്പോ ആ കൊറേ ആയില്ലേ നമ്മള് ബ്ലോഗ് ഒക്കെ ഇട്ടിട്ട്. ഞാൻ പപ്പം പൊടിക്കുമ്പോൾ പിള്ളേരുണ്ടായില്ലല്ലോ. അതൊക്കെ ഒരു കഴിവാണ് ജാസി. കാരണം മോട്ടർ ആക്കാണ് നല്ല ചിലപ്പോൾ കഴിക്കാൻ ഉണ്ടാകാൻ അറിയില്ല. നീ ഉണ്ടാകല്ലോ ഇതാണ് കാട്ടിൽ കുട്ടികളെ ഒരു മനസ്സിൽ നിർത്താൻ പാടില്ല. എന്താ ഒരു കൈവിടാലോ അങ്കി വെച്ച് അങ്ങനെ നമ്മൾ തക്കാളി കൂട്ടാൻ റെഡിയായി. റെഡി ആയിട്ടില്ല, ചട്ടിക്ക് ഇട്ടിട്ടുള്ളൂ. ഞാൻ പപ്പട ഞാൻ നാട്ടിൽ നിന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അതിലൊരു പപ്പടക്കാക്ക് വരുന്നുണ്ട്. ഞങ്ങൾ കുറെ വാങ്ങിയിട്ട് ഇത് സെറ്റ് ചെയ്യാനാണ് പണി. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളോണ്ടേ ഇതൊന്നും ഒരു വിഷയമല്ല. ഉള്ളിയാണ് ഇതിൽ ഏറ്റവും മെയിൻ കേട്ടോ. കാരണം ഉള്ളി അരിഞ്ഞത് ഞാനാണ്, അതുകൊണ്ടാണ് അല്ലേ. ഞാൻ കൊണ്ടുപോകും അടുത്തത് ഒരു പണിയെടുക്കാൻ ആ ചങ്ങായി സമ്മതിച്ചൂടെ. അങ്ങനെ വേണ്ടി സമയമായ നീച്ചോളൂ ജാസ്മിൻ. പപ്പര ഷോളിന് നീച്ചപ്പോ നീച്ചോ നീച്ചക്ക എന്താണ് എന്തായി തക്കാളി നമ്മളെ ഒരാള് കളിക്കുന്നുണ്ട്. കുളിൽ കൃഷിണ്ടേ, കുളിൽ കൃഷിന്റെ ചുട്ടുമണിക്ക് കുളിക്കണ്ടേ, കുളിക്കണ്ടേ കുളിക്കണ്ടേ. കുളിച്ചിട്ട് വരാ പറ, കുളിച്ചിട്ട് വരാം. അടുത്ത സാമ്പാറിലെ കഷ്ണം എനിക്ക് തിന്ന ഗൈസ്. ഇപ്പോഴാണ് ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് നിയോ ബേബി കുറേ മുന്നേ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഉറങ്ങിട്ടോ. ഉറങ്ങി വെച്ചാൽ 10 മിനിറ്റ് ഉറങ്ങി നീച്ചു. നീച്ചതാണ് അവന്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി, ഫുഡൊക്കെ റെഡിയാക്കി വെച്ചാണ്. ജാസ്തി കുളിക്കാണ്. അപ്പോൾ ഇതിന് ഇവനെ ഉറക്കണം തൊട്ടിയിലിട്ട്. ഇജ്ജ് തൊട്ടി പോയി കിടന്നാ പോയിക്കോ, ഇല്ലെങ്കിൽ നീച്ച് പോയിക്കോ. അന്നോടല്ലേ ഞാൻ പറഞ്ഞേ ഗൈസ്. ഈ ചുട്ടുമണി ഞങ്ങൾക്ക് വേണം, ഈ ചുട്ടുമണി ഞങ്ങൾക്ക് വേണം, ഈ ചുട്ടാഫി ഞങ്ങൾക്ക് വേണം. എന്റെ ചുട്ടുമണി എന്റെ ചുട്ടുമണി. ഞാൻ കൊണ്ടുവരും പോയിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. സെറ്റൊക്കെ പറ്റിയാണ്. ഇടയ്ക്കൊരു കയറ്റ ഇറക്കൊക്കെ ജാസി താടി പറ്റ ചെറുതാക്ക. അപ്പൊ എന്താ ഈ ചെങ്ങായി ഉണ്ടല്ലോ പാല് കുടിക്കേനി, ഇപ്പൊ പാല് കുടിക്കേനിട്ടോ. ജാസിനാണ് കണ്ടേക്ക് പിന്നെ കുടിക്കണില്ല. അമ്മന്റെ ചോറുണ്ട്, അമ്മന്റെ സ്പെഷ്യൽ ഉണ്ട്. സൺഡേ സ്പെഷ്യൽ ഉണ്ട്. എന്താ ചോദിച്ചോ? സൺഡേ സ്പെഷ്യൽ മിയോ ബേബി. നമുക്ക് അൽഫാം നോക്കാം. ഫുഡാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയതാ. പിന്നെ ഞാനോ? നിങ്ങളെന്താ ഉണ്ടാക്കിയേ? ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒന്നും. എന്തുണ്ടാക്കണ? എന്താ ന്യൂസ്? പപ്പടം പൊരിച്ചത് ഞാനാണ്, ഉള്ളി ഇട്ടിട്ട് ഞാൻ. പപ്പടമൊക്കെ ഞാനാ പൊരിച്ചത്. ചോറും പപ്പടവും. ചോറ് ഫസ്റ്റ് ചോറ് ഇട നമ്മൾ. ഓക്കെ. ഉണക്കമീനൊക്കെ ഉണ്ടോ? ഉണക്കമീൻ ഇന്നലത്തെ എനിക്ക് വേണം. ഇത് മീന്, ഇത് ടൊമാറ്റോ അല്ല പൊട്ടട്ടോ. എല്ലാം ഒരു ടോയാണല്ലോ. ഈ എന്താ കൊതിയുണ്ട്? ഞങ്ങൾ ഫുഡ് കൊതിയുണ്ട്. എനിക്ക് വേണം ഫുഡ് വേണമെങ്കിൽ ഫുഡ് വേണോ? ഫുഡ് വേണോ? എനിക്ക് ഫുഡ് വേണോ? ഫുഡ് വേണോ? എനിക്ക് ഫുഡ് വേണമെങ്കിൽ എനിക്ക് ഫുഡ് വേണോ? തരുന്നില്ല കേട്ടോ. ആ ഫുഡ് അമ്മ ഫുഡ് ഉണ്ടാക്കി എനിക്ക് വേണോ? വേണോ? ഫുഡ് വേണോ? എന്താ വേണ്ടി? ഫുഡ് വേണം എനിക്ക്. ഫുഡ് വേണം എനിക്ക്. ഒരു ചിക്കൻ കറി ഇല്ലേ? അച്ചാർ. എവിടുന്ന് കിട്ടും ഇത്ര ലക്ഷറി ഫുഡ് ജാസിയെ? എവിടുന്ന് കിട്ടും? ഹോട്ടലിൽ പോയി കിട്ടും. പൈസ എടുക്കണ്ട, ഇവിടെ പൈസ എടുക്കണ്ടല്ലോ. അല്ല ഈ ഹോട്ടലിൽ നമ്മൾ ഒരു വട്ടം നിന്നാൽ എന്തോരം പൈസയാവും? കൊറേ പൈസയാവും. എത്രയാവും? ജാസിക്കാണെങ്കിൽ അച്ചാറില്ലാതെ തിന്നാൻ കഴിക്കൂല. ഞാൻ പിന്നാണ് കൊടുക്കും. കടലിൽ പോകുമ്പോ നിർത്തിക്കോളെന്ന് വിചാരിക്കും. ടൂർ പോയി എനിക്കില്ലെന്ന് പറഞ്ഞോ. എന്താ എനക്കത്ര മതി. നോക്കണോ ഞങ്ങൾക്ക് കൊതിയുണ്ട് കേട്ടോ ഫുഡിന്.
ഈ കൊതി ഉണ്ടോ? കൊതി ഉണ്ടോ? ആ ആ കൊതി എടുക്കാം. ആ ആ ജാസിക്ക് ഉണക്കമീൻ ഇട്ടിട്ടുണ്ട്. നീയോ ബേബി ഇതൊക്കെ മമ്മനെ ഫുഡ് വെക്കാം. ഇതൊക്കെ പപ്പടം ഒന്നുമേക്ക് ഇതാക്കണ്ട. ജാസി കയ്യുമ്പോ നാക്കല്ലേ. ഞാൻ ഫുഡ് ആയിക്കട്ടെ, നീ കൊതി കൊടുക്കും. കണക്കൂട്ടാണോ? വടങ്ങായി തിന്നിട്ട് അഭിപ്രായം പറഞ്ഞത് ഉള്ളേ പണി അല്ല കഴിക്കാൻ രസമുണ്ട്. ഒരാളിവിടെ കിട്ടാതെ ജാസിനെ നോക്കി കിടക്കാണ്. നമ്മളെ ഇന്നത്തെ മെനു. ഞങ്ങൾ പോയി ഫുഡ് അയച്ചിട്ട് വരട്ടോ. സി ചങ്ങായി പിന്നെയും കുപ്പായം മാറ്റിട്ടോ. ഓനൊരു ദിവസം എത്ര കുപ്പായാണ് ഇപ്പൊ ഇതാക്കി. സി ചങ്ങായി പിന്നെയും കുപ്പായം മാറ്റിട്ടോ. ഓനൊരു ദിവസം എത്ര കുപ്പായാണ്. നമുക്ക് വലിപ്പം കുറഞ്ഞോണ്ട് ഞങ്ങളൊക്കെ വീട്ടിൽ ഇട്ടുള്ളൂ. ഇതൊക്കെ പുതിയതേ ഓന്റെ പരിപാടിക്ക് വന്നേ. ഒന്ന് ശീശാണി കൗല തുടങ്ങിട്ടോ. നീയോ കൗലാണ് തീക്കണോ? അമ്മന്റെ ഷോത്ത് കൗലാണോ ഒറ്റക്ക് കൗന്നോ? വലിയ കുട്ടിയായോ? ഒന്ന് ശിശുതാണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് ശിശുതാണ്. ഒരു 1 2 3 സ്റ്റാർ. എന്തോട് പണി? നീയോ മുട്ടുത്താ നോക്കണോ? തല ഒന്നിച്ചോ കൊയങ്ങന്നല്ലോ വിളിച്ചോ. നീയോ ഞങ്ങൾ അളിയൻ കൊണ്ടുവന്ന സ്പോട്ടാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോന്നാണ്. പാനിപ്പൂരി എന്നാ വേണ്ട കേട്ടോ. ഞാൻ കുപ്പിങ്ങുണ്ട് പാനിപ്പൂരി. നീയോ എന്താ കുട്ടി മൂത്രയിച്ച് പാമ്പേഴ്സ് മാറ്റണം. മാറ്റി ഇട്ടു മേലെ കയറ്റി കൊടുക്കുന്ന പറഞ്ഞത്. ഞാൻ ഇട്ടിക്കണത് മേലെ കയറ്റി തന്നാ മതി. അയ്യോ കേറ്റിക്കണ് ഇവിടെ കടത്തി ട്രൗസർ പെണ്ണുങ്ങൾ സിമ്മിച്ചിട്ട പോലെ അന്നെ കളിയാക്കണോ? എന്താണ് ഈ പപ്പ പറയണേ? നീയോ അക്കിഞ്ഞ് പാലിലൊന്നുമില്ല. ഈ കുപ്പായം നിന്നു കൊറേ. പപ്പ ഒരാഴ്ചയായപ്പോതിന് ഞങ്ങളെ നോക്കിക്കോയെങ്കി ഞങ്ങൾ ഞാൻ അടുത്ത ട്രെയിനിൽ കയറ്റി അയക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പോയിക്കോ രാജാണി കയറി പോയിക്കോളി. പോകൂല. പോണില്ലേ ആരെ കല്യാണം നാട്ടില്? ആരെ കല്യാണം? പോയിക്കോ. നഖം മുറിക്കാനായിക്കണേ. മാന്തുണ്ട് പൂച്ചിട്ടുള്ള സിപ്പില്ലേ? അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി. അയ്യോ ഇത്രയും നേരം നീയോ ബേബി ഉറങ്ങിയിട്ട് ഇപ്പൊ നീച്ചുട്ടോ. എന്തിനാ നീച്ചേ? കളിയാണോ നീച്ചതാണ്? ഇന്ന് ഫൈനൽ അല്ലേ, അർജന്റീനയും സ്പെയിനും. നമ്മളേത് ടീം? നമ്മളേതാ ടീം? ബ്രസീൽ അല്ലേ? നമ്മൾ തോറ്റ ടീമല്ലേ, നമ്മൾ ജയിച്ച ടീമല്ലേ അർജന്റീന. പഠിച്ചോനേ
പിന്നെ ഒങ്ങിനിട്ട് ഒരാള് പിന്നെ നീച്ചു വല കെട്ടതേനി വലക്ക് കണ്ടിട്ട് ഒരാൾ കളിക്കാണ്. നമുക്ക് കളി കാണാൻ പോവാ. ഇജ്ജ് ഉറങ്ങില്ല ചങ്ങായി? ഉറങ്ങണില്ല? ടീമിന്റെ കളിയാണ് ആകെ നിരാശയിലാണ് നിയോ ബേബി ഗോളടിക്കായിട്ട് അല്ലേ? നിയോ കുഞ്ഞാ ഗോൾ അടിച്ചില്ലേ? കളിയാണ്ടേ എന്താണ് കളി കാണാണോ? പാലെടുത്ത് ഏമ്പൊക്കെ വന്നിട്ടില്ല കേട്ടോ. അതാണ് വലിയ തൽക്കണിമ കടത്തിക്കണേ. സമയം 3:00 മണിയോ? റീനൂസ് ഭയങ്കര സങ്കടത്തിലാട്ടോ. അത് എന്താ ചോദിച്ച സങ്കടം. റീനൂസിന്റെ വിചാരം അർജന്റീന ജയിച്ച അതിന്റെ കപ്പുണ്ടോന്നൊക്കെയാണ്. അത് തോറ്റു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങണം. റീനൂസിന് 4 മാസത്തിന് ഉറങ്ങൂലെന്ന് പറഞ്ഞിരിക്കണത്. അല്ലേ? സാരല്ല, സങ്കടപ്പെടണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങള് ബ്ലോഗ് ഒന്ന് കഴിച്ചിട്ടോ. എപ്പോൾ തുടങ്ങിയതാണ് റീനൂസ് ഫോൺ പിടിച്ചിങ്ങാണ്ട്? രാവിലെ തുടങ്ങിയതാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആവാനായി. അപ്പൊ റീനൂസ് സാരല്ല, സങ്കടപ്പെടണ്ട റീനൂസേ. ആ സ്പെയിൻ്റെ കപ്പ് ഞങ്ങൾക്ക് വാങ്ങിത്തരാം കേട്ടോ. സങ്കടപ്പെടണ്ട. ഞങ്ങൾ എന്നാലും ഫൈനലിലെത്തിയിട്ടാണ് തോറ്റത്. ശരി. ഇങ്ങളോ? പകുതി കപ്പോലേക്ക് കൊടുത്തേക്ക്, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഇല്ലേ? സെക്കൻഡ്. ഇവർക്ക് എന്ത് കിട്ടിയിട്ടില്ല. എന്നിട്ട് കിട്ടിയോലെ ഇങ്ങനെ കളിയാക്കാൻ ഒരു തിരക്കേടും ഇല്ല. അപ്പൊ എന്റെ കുട്ടി വരെ കേട്ടോ കൂട്ടവനുണ്ട്. അപ്പൊ ഞങ്ങൾ ഉറങ്ങട്ടെ കേട്ടോ. ബൈ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ അർജന്റീന ഫാൻസും സങ്കടപ്പെടാതെ ഇരിക്കുക. അടുത്ത കപ്പ് അർജന്റീന തൂക്കും ഗൈസ്. അല്ലേ? നിയോ വരെ അർജന്റീന ഫാനാണ്. അവന് ഇഷ്ടല്ല, അവന് ബ്രസീൽ ഇഷ്ടല്ല. നിയോ ബൈ. ബൈ.